ഹലോ വെൽക്കം ടു പെപ്പ്. ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള ചിലർക്ക് അത്ര രസം ഉണ്ടായിരിക്കില്ല, എന്നാൽ വളരെ രസകരമായിട്ടുള്ള ഒരു ഏരിയ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം റിസർച്ച് മെത്തഡോളജി. ഓക്കെ, എന്താണ് റിസർച്ച് മെത്തഡോളജി? എനിക്ക് എന്തിനാണ് റിസർച്ച് മെത്തഡോളജി സൈക്കോളജിയിൽ ആവശ്യം? റിസർച്ച് സൈക്കോളജിയിൽ ആവശ്യമുണ്ടോ? പലപ്പോഴും ഈ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇയർ തോന്നിയിട്ടുണ്ടായിരിക്കും റിസർച്ച് പഠിക്കാനൊക്കെ ആവശ്യം. എന്താ ഇതൊക്കെ പറയുന്നത്? ഈ പണ്ടാറ് സയൻസിലൊക്കെ പഠിക്കുന്ന സാധനങ്ങളിൽ ഇതിനെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന ചോദ്യം പലപ്പോഴും പറയാറുണ്ട്. ആ ഒരു ചോദ്യത്തിനുള്ള പ്രധാനപ്പെട്ട ഒരു ഉത്തരമാണ് സൈക്കോളജി ആസ് എ സയൻസ്. അതെ, എവിടെ സൈക്കോളജി പഠിക്കുന്നോ, സൈക്കോളജി പഠിക്കുന്ന ആദ്യ ഡെഫിനിഷൻ പഠിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മനസ്സിലാക്കാൻ പോകുന്ന കാര്യം എന്താണ്? സൈക്കോളജി ആസ് എ സയൻസ്. ശരിക്കും സൈക്കോളജി സയൻസ് തന്നെയാണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഓക്കെ, എന്തായാലും സൈക്കോളജി സയൻസ് ആണ്, സയൻസ് അല്ല, പ്യൂർ സയൻസ് അല്ല, സോഷ്യൽ സയൻസ് ആണ്, സയൻസിൽ പെടുത്തൂല, പല രീതിയിലുള്ള നമ്മളെ സൈക്കോളജിയുടെ എമർജൻസിയിൽ ഇപ്പോൾ ഇത്തരം ഡിസ്കഷനൊക്കെ വരുന്നുണ്ട്. ഫിലോസഫിക്കൽ റൂട്ടൊന്നും ഫിസിയോളജിക്കൽ റൂട്ടൊന്നും എങ്ങനെയാണ് സൈക്കോളജി സയൻസ് ആയിട്ട് എമേർജ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ നമ്മൾ പല സമയങ്ങളായിട്ട് പഠിച്ചിട്ടുള്ളതുമാണ്. ഓക്കെ, സൈക്കോളജി ഈസ് എ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മെൻ്റൽ പ്രോസസ് ഇസ് അണ്ടർസ്റ്റാൻഡ് ഹൗ ആൻഡ് വൈ ഇൻഡിവിജ്വൽ ബിഹേവ് ആൻഡ് തിങ്ക് ദ വേ ദേ ഡു. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ചിന്തിക്കുന്നതെന്നും എങ്ങനെയാണ് മെൻ്റൽ പ്രോസസ് നടക്കുന്നതെന്നുള്ളതും പഠിക്കുന്നൊരു ശാസ്ത്രശാഖയാണ് ഈ പറയുന്ന സൈക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഒരു സയൻസ്? സൈക്കോളജി മാത്രമല്ല, എന്താണ് സയൻസിൻ്റെ പ്രധാന ഒബ്ജക്റ്റീവുകൾ എന്താണെന്നുള്ളത്. ഓക്കെ, നമ്മൾ സൈക്കോളജി പഠിക്കുന്ന സമയത്ത് ആദ്യം പഠിക്കുന്ന കുറച്ച് സാധനങ്ങളാണ് ആദ്യം പറഞ്ഞു നോക്കുന്നത്. എന്താണ് സൈക്കോളജി, അതുപോലെ എന്താണ് സൈക്കോളജി, എന്താണ് സയൻസ്, എന്താണ് സയൻസിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത്. ഓക്കെ, ഒന്നാമത്തത് ഒബ്സർവേഷൻ. ഓക്കെ, ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രധാനപ്പെട്ടും 2 മാർക്കിനും അതുപോലെ 4 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സയൻസ്, ഒബ്ജക്റ്റീവ് സൈക്കോളജി. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ സാധനം തന്നെയാണ്. ഓക്കെ, സയൻസിൽ സൈക്കോളജിയുടെ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത്. ഒന്നാമത്തെ ഒബ്സർവേഷൻ. ഓക്കെ, കൃത്യമായി ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിരിക്കണം. ഒബ്സർവേഷൻ എന്ന പ്രോസസ് നടത്താൻ പറ്റുന്നതായിരിക്കണം ഈ പറഞ്ഞ സയൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, കൃത്യമായി ഡീറ്റെയിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ട്രീം ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു സാധനം ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു കോഴ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ സബ്ജക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ റിസർച്ച് ആയിരിക്കണം. എന്ത് ഡിസ്ക്രിപ്ഷൻ ഒരു സയൻസ് ഫീൽഡിൽ ഉണ്ടായിരിക്കേണ്ടത്. മൂന്നാമത്തെ അണ്ടർസ്റ്റാൻഡിങ്. അതായത് ഈ ഫീൽഡിൽ നിൽക്കുന്നവരെല്ലാത്തവർക്കും അല്ലെങ്കിൽ ഈ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർക്കും എന്തരണം, ഇത് മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, ഏതെങ്കിലും കുറച്ച് പേർക്ക് മാത്രമല്ല, അത് അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം എന്തെന്ന് പറഞ്ഞാൽ ഒരു സയൻസ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് എക്സ്പ്ലനേഷൻ. കൃത്യമായിട്ടുള്ള കൃത്യമായിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റുന്നതായിരിക്കണം. ഓക്കെ, നമ്മൾ എന്തെങ്കിലും കാര്യം ഒരു സയൻറ്റിഫിക് സാധനം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം ഒരു സയൻസ് ഫീൽഡ് അല്ലെങ്കിൽ സയൻസ് എന്ന് പറയുന്നത്. സൈക്കോളജിൻ്റെ കാര്യത്തിൽ ഇത് തന്നെയാണ് വിഷയം. പിന്നെ പ്രഡിക്റ്റബിൾ ആയിരിക്കണം, പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റണം, ഫ്യൂച്ചറിലേക്ക് ഇത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഔട്ട്കം വന്നു കഴിഞ്ഞാൽ, ഇങ്ങനൊരു സാധനം വന്നു കഴിഞ്ഞാൽ, ഒരു ഇൻപുട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ എക്സ്പെരിമെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഒരു റിസൾട്ട് ഇങ്ങനെ ആയിരിക്കും. ഇത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം സൈക്കോളജി അല്ലെങ്കിൽ സയൻസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് കൺട്രോൾ. ഓക്കെ, ഇത് പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് കൃത്യമായ ഒരു സാധനം കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു കൺട്രോൾഡ് എലമെൻറ്റ് കൊടുത്തുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും, അതായത് നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം സയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി തോന്നുന്നു. ഒന്നാമത് ഒബ്സർവേഷൻ, ഡിസ്ക്രിപ്ഷൻ, അണ്ടർസ്റ്റാൻഡിങ്, എക്സ്പ്ലനേഷൻ ആൻഡ് കൺട്രോൾ. പലപ്പോഴും നമ്മൾ കാണുന്നതായിരിക്കും പ്രഡിക്റ്റ്, അതുപോലെ തന്നെ ഒബ്സർവ്, എക്സ്പ്ലെയിൻ. ഈ 3 സാധനങ്ങൾ പൊതുവേ നമ്മൾ എവിടെ ആണെങ്കിലും ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത്, സയൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഈ 3 സാധനങ്ങൾ എപ്പോഴും വരുന്നതാണ്. അപ്പോൾ ഇത് കൂടി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് പോകാം. എന്താ നോക്കാം അല്ലേ? ഓക്കെ, വാട്ട് ഈസ് റിസർച്ച്? ഓക്കെ, റിസർച്ച് എന്ന് പറയുമ്പോൾ ഒരിക്കലും തന്നെ നമ്മൾ മടുപ്പോട് കൂടി അല്ലെങ്കിൽ വളരെ വെറുപ്പോട് കൂടി കാണുന്ന ഒരു വിഷയമല്ല റിസർച്ച് എന്ന് പറയുന്നത്. റിസർച്ച് മെത്തഡോളജി എന്നൊക്കെ വലിയ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ പഠിക്കാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ കോഴ്സിൻ്റെ പേരും റിസർച്ച് മെത്തഡോളജി എന്നായിരിക്കും. ഓക്കെ, റിസർച്ച് എന്താണ് റിസർച്ച്? റിസർച്ചിൽ പല രീതിയിലുള്ള എക്സ്പ്ലനേഷൻസ് കൊടുക്കുന്നുണ്ട്, പല രീതിയിൽ ആൾക്കാർ പറയുന്നുണ്ട് റിസർച്ച് ഇങ്ങനെ. പക്ഷേ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഏറ്റവും രസകരമായിട്ടുള്ള, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻസ് ആണ്, ഡെഫിനിഷനാണ് ഡോക്ടർ സ്ലിംഗർ ആൻഡ് സ്റ്റീഫൻസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ദ മാനിപ്പുലേഷൻ ഓഫ് തിങ്സ്, കോൺസെപ്റ്റ്സ് ഓർ സിംബൽസ് ഫോർ ദ പേർപ്പസ് ഓഫ് ജനറലൈസിംഗ് ടു എക്സ്റ്റെൻഡ്, correct or verify knowledge, whether that knowledge aids in construction of theory or the practice of an art. ഓക്കെ, ഇതിനകത്ത് എല്ലാം ഉൾപ്പെടും. അതായത് മാനിപ്പുലേഷൻ ഓഫ് തിങ്സ്, നമുക്ക് വന്നിട്ടുള്ള സാധനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ മാനിപ്പുലേഷൻ തിങ്സ് ആൻഡ് കോൺസെപ്റ്റ് ഓർ സിംബൽസ്, ഈ പറയുന്ന തിങ്സ്, അതുപോലെ തന്നെ കാര്യങ്ങൾ, കോൺസെപ്റ്റുകൾ, അതുപോലെ സിംബലുകൾ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഫോർ ദ പേർപ്പസ് ഓഫ് ജനറലൈസിംഗ് ടു എക്സ്റ്റെൻഡ്, കറക്റ്റ്, വെരിഫൈ ദ നോളജ്, വെദർ ദാറ്റ് നോളജ് കൺസ്ട്രക്ഷൻ തിയറി, ദ പ്രാക്ടീസ് ഓൺ ആർട്ട്. അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ, അതുപോലെ തന്നെ അത് ഏതൊക്കെ രീതിയിൽ നമ്മൾ നടത്തുന്ന പോപ്പുലേഷൻ അല്ലാതെ തന്നെ ടോട്ടൽ പോപ്പുലേഷനെ
ജനറലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതായത് ഒന്നോ രണ്ടോ ആൾക്കാരെ ഇതിലേക്കുള്ളതല്ല, ടോട്ടൽ ജനറലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ പറയുന്ന കാര്യങ്ങളെയും കോൺസെപ്റ്റിനെയും സിമ്പിൾസിനെയും ജനറലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാധനത്തെയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു തിയറി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് പ്രാക്ടീസ് ഓഫ് ആർട്ട് എന്നാണ് പറയുന്നത്. ഒരു കലയായിട്ടാണ് റിസർച്ചിനെ പലപ്പോഴും പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ പലരും ഇതിനെ പല രീതിയിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. കുറച്ചുകൂടി രസകരമായിട്ടുള്ള, കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റുന്നതായിട്ടുള്ള എക്സ്പ്ലനേഷനാണ് ഈ നമ്മളെ എൻസൈക്ലോപീഡിയ ഓഫ് സോഷ്യൽ സയൻസ് എന്നതിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് അടുത്തിലേക്ക് പോയേക്കാം. ഓക്കെ, എന്താണ് ഒബ്ജക്റ്റീവ് ഓഫ് റിസർച്ച്? ഒരു റിസർച്ചിൻ്റെ അല്ലെങ്കിൽ ഏത് റിസർച്ചിൻ്റെയും ഒബ്ജക്റ്റീവുകൾ എന്താണെന്നുള്ളത് അപ്പോൾ നോക്കാം. ഒന്നാമത്തെ, ടു ഗെയിൻ ഫെമിലിയാരിറ്റി വിത്ത് ഫിനോമിനൻ ടു അച്ചീവ് ന്യൂ ഇൻസൈറ്റ് ഇൻ ടു ഇറ്റ്. ഓക്കെ, അതായത് ഒരു റിസർച്ച് എന്ന് പറയുന്ന സമയത്ത് അത് എക്സ്പ്ലോറേറ്ററി ആയിരിക്കണം, ഓക്കെ, ഓർ ഫോർമുലേറ്റീവ് ആയിരിക്കണം. എക്സ്പ്ലോറേറ്ററിയോ അല്ലെങ്കിൽ ഫോർമുലേറ്റീവോ ആവുന്ന രീതി, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്, അതായത് ടു ഗെയിൻ ഫിനോമിനൻ ടു അച്ചീവ് ന്യൂ ഇൻസൈറ്റ്. ഒരു പുതിയ കാര്യം ചെയ്യുമ്പോൾ, റിസർച്ച് ചെയ്യുന്ന സമയത്ത് പുതിയൊരു ഇൻസൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അല്ലെങ്കിൽ ഒരേ സാധനമല്ല, പഴയ സാധനങ്ങൾ വീണ്ടും പറയാനല്ല. നമുക്കറിയാം റിസർച്ച് എന്ന് പറഞ്ഞാൽ അർത്ഥം റീസെർച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ശരിയാണ്. പക്ഷേ നമുക്കത് പുതിയൊരു ഇൻസൈറ്റ് കിട്ടണം, അല്ലെങ്കിൽ കൂടുതലായിട്ടൊരു എക്സ്പ്ലോറേറ്ററി ആയിരിക്കണം, അല്ലെങ്കിൽ ഇത് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അപ്പോൾ ഈ പ്രധാനപ്പെട്ട മൂന്ന് ഒബ്ജക്റ്റീവുകൾ, ഓക്കെ, എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവുകൾ എന്നല്ല. ഒന്നാമത്തേതാണ് ടു ബി എക്സ്പ്ലോറേറ്ററി ഓർ ഫോർമുലേറ്റീവ് എന്നുള്ളത്. രണ്ടാമത്തെ നോക്കാം, ടു പോർട്രേ അക്യുറേറ്റ്ലി ടു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോപ്പുലേഷൻ, ഇൻഡിവിജ്വൽ, സിറ്റുവേഷൻ ഓർ എ ഗ്രൂപ്പ്. ഓക്കെ, ടു ബി ഡിസ്ക്രിപ്റ്റീവ്. ഓക്കെ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത് ഈ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെയോ ഒരു സിറ്റുവേഷൻ്റെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെയോ, അതായത് ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ്റെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെയോ കാര്യങ്ങൾ കൃത്യമായ രീതി അക്യുറേറ്റ് ആയിട്ട് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവ സവിശേഷതകളെ നമുക്ക് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഓക്കെ, കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതായത് ടു ബി ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം, ടു ഡിറ്റർമൈൻ ദ ഫ്രീക്വൻസി വിത്ത് വിച്ച് സംതിങ് ഒക്കർ ഓർ വിത്ത് വിച്ച് അസോസിയേറ്റ് വിത്ത് സംതിങ് എൽസ്. ഓക്കെ, വന്നിട്ടുള്ള സാധനം, ചെയ്യുന്ന സാധനം എന്തായിരിക്കണം, എന്തുമായി അസോസിയേറ്റഡ് ആയിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടെത്തുന്നതായിരിക്കണം, അല്ലെങ്കിൽ ഈ പറയുന്ന സാധനം കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കണം. അതായത് ഡയഗ്നോസ്റ്റിക് ആയിരിക്കണം. ഓക്കെ, നമ്മുടെ സാധനങ്ങൾ കൃത്യമായിട്ടും ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കണം എന്നാണ് അടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തത് ഫോർമുലേറ്റീവ് ഓർ എക്സ്പ്ലോറേറ്ററി ഓർ ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഡയഗ്നോസ്റ്റിക്. ഓക്കെ, ലാസ്റ്റ് നോക്കാം, ടു ടെസ്റ്റ് ഹൈപ്പോത്തസിസ് ഓഫ് ദ കോസൽ റിലേഷൻ ബിറ്റ്വീൻ ദ വേരിയബിൾസ്. ഓക്കെ, വേരിയബിൾസ് നമുക്ക് അറിയുന്ന സാധനങ്ങൾ, വേരിയബിൾസ് എന്താണെന്നുള്ളത്. നമ്മൾ ഏത് റിസർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേരിയബിൾസിലായിരിക്കും നമ്മൾ റിസർച്ചുകളെല്ലാം നടക്കുന്നത്. നമുക്കറിയാമല്ലോ, പല രീതിയിലുള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഡിപെൻഡൻറ്റ് വേരിയബിൾ, അങ്ങനെ മോഡറേറ്റ് വേരിയബിൾ, കൺട്രോൾ വേരിയബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള വേരിയബിളാണ്. അതിൽ നമ്മൾ പ്രധാനമായും പഠിക്കുന്ന സാധനമാണ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. ഓക്കെ, ഈ ടു ടെസ്റ്റ് ഹൈപ്പോത്തസിസ് ഫോർ എ കോസൽ റിലേഷൻ ബിറ്റ്വീൻ ദ വേരിയബിൾസ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് നല്ലപോലെ ഡീറ്റെയിൽ ആയി പഠിക്കും. കാരണം നമ്മൾ ഏത് റിസർച്ച് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കൃത്യമായിട്ടൊരു അജണ്ട സെറ്റ് ചെയ്യേണ്ടതുണ്ട്, കൃത്യമായിട്ട് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് നമ്മൾ ഹൈപ്പോത്തസിസ് എന്ന് പല രീതിയിൽ പറയും. അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് തിയറി കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമ്മൾ ഇതായിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് പ്രഡിക്ഷൻ ആണ്, കൺട്രോൾ ആണ്. ഓക്കെ, അതിൽപ്പെട്ട സാധനം ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. കൃത്യമായി ഈ പറഞ്ഞ സാധനം ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ പറഞ്ഞു നോക്കിയാൽ ഏതൊക്കെയായിരുന്നു എന്താ പറയുക, 4 ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തത് ടു എക്സ്പ്ലോറേറ്ററി, ടു ഡിസ്ക്രിപ്റ്റീവ്, ടു ഡയഗ്നോസ്റ്റിക് ആൻഡ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. ഈ 4 കാര്യങ്ങളും ആണ് പ്രധാനമായിട്ടും നമ്മൾ ഒബ്ജക്റ്റീവായിട്ട് റിസർച്ചിനകത്തുള്ളത്. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഏത് റിസർച്ചിനെ കുറിച്ച് എന്ത് ഡീറ്റെയിൽ ഇൻട്രൊഡക്ഷൻ ചോദിച്ചു കഴിഞ്ഞാലും, അല്ലെങ്കിൽ എന്താണ് ഒബ്ജക്റ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും, അല്ലെങ്കിൽ നമ്മൾ റിസർച്ചിനെ കുറിച്ച് എന്ത് എക്സാം എഴുതുകയാണെങ്കിലും തുടക്കത്തിൽ ചേർക്കാൻ പറ്റിയിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പം പറഞ്ഞിട്ടുള്ള ഈ 4 ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത്. ഓക്കെ, നമുക്ക് അടുത്തെന്താ നോക്കാം. ഓക്കെ, നമുക്കറിയാം ഈ സൈക്കോളജി ആവുന്ന സമയത്ത് എന്താണ് നമ്മൾ മനുഷ്യനെ നോക്കുന്നത്. മറ്റ് വിഷയങ്ങളിലൊക്കെ ഇപ്പോൾ കെമിസ്ട്രിയിലോ ഫിസിക്സിലോ ബയോളജിയിലൊക്കെ എന്താണ് വേറെ കുറേ സയൻറ്റിഫിക് സാധനങ്ങളായിരിക്കും. ഇവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മൈക്രോസ്കോപ്പോടും നോക്കുന്നത് എന്താണ്, മനുഷ്യൻ്റെ ഒരു വ്യക്തിയുടെ നേരത്തെ പറഞ്ഞിട്ടായിരിക്കും ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് മൈൻഡ്, മെൻ്റൽ പ്രോസസ്സ് സംതിങ് എന്തൊക്കെയോ സാധനങ്ങൾ. ആ സാധനങ്ങളെല്ലാം തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സമയമെടുത്ത് കൃത്യമായി പോപ്പുലേഷനെ കണക്ട് ചെയ്ത് ഡിഫറെൻറ്റ് ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ വെച്ച് കൃത്യമായിട്ടുള്ള റിസർച്ച് മെത്തേഡ് ഫോളോ ചെയ്തിട്ട് ആണ് നമ്മൾ വരുന്നത് റിസർച്ചിലേക്ക് വരുന്നത്. ഓക്കെ, അടുത്ത് ഇങ്ങനെ കാണാൻ പറ്റും എന്താണ് ഈ മെത്തേഡ്സും മെത്തഡോളജിയും സൈക്കോളജിയിൽ. സംശയമാണല്ലേ, മെത്തേഡ്സും മെത്തഡോളജിയും സെയിം തന്നെയാണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്താ
ഓക്കെ, നമുക്ക് നോക്കാം ശരിക്കും ഇത് വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. പലപ്പോഴും നമ്മൾ തെറ്റായിട്ട് എഴുതാറുണ്ട് മെത്തേഡ്സ് മെത്തഡോളജിയൊക്കെ സെയിം ആയിട്ട് തന്നെ. വാട്ട് ഈസ് ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ മെത്തേഡ്സ് ആൻഡ് മെത്തഡോളജി. നമുക്ക് രണ്ടുപേരും ഒരേ സാധനം തന്നെ ആയിരിക്കും. എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ നോക്കിയാലോ. ഓക്കെ, ഒന്നാമത്തെ മെത്തേഡ്സ് ഇൻ സൈക്കോളജി. മെത്തേഡ്സ് ഇൻ സൈക്കോളജി റെഫേഴ്സ് ടു സയന്റിഫിക് specific technique or procedure that psychologists use to collect and analyze data. ഓക്കെ എന്ന് പറഞ്ഞാൽ മെത്തേഡ് സൈക്കോളജി റെഫേഴ്സ് ടു നമ്മൾ ഈ പറയുന്ന റിസർച്ചിനകത്ത് ഉപയോഗിക്കുന്ന സ്പെസിഫിക് ടെക്നിക്. ഓക്കെ, ടെക്നിക് ഓർ പ്രൊസീജിയേഴ്സ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കും. ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റേറ്റീവ് ആണോ, ക്വാണ്ടിറ്റേറ്റീവ് ആണോ, മിക്സ്ഡ് റിസർച്ച് ആണോ, പല രീതി. സൈക്കോളജി ആവുന്ന സമയത്ത് ഇത്രയും പ്രധാനപ്പെട്ട ഇത്രയും റിസർച്ചുകൾ ചില പറയാൻ ഞാൻ ക്വാളിറ്റേറ്റീവ് റിസർച്ചാണ് എൻ്റെ മാസ്റ്റർ ഇതിൽ ചെയ്യുന്നത്, എന്ത് ഡെസർട്ടേഷൻ ചെയ്യുന്നത്, നമ്മൾ തീസിൽ ചെയ്യുന്നത്, പ്രൊജക്റ്റിൽ ചെയ്യുന്നത്. ചില പറയും ഞാൻ ക്വാണ്ടിറ്റേറ്റീവാണ്. എന്നാൽ ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റി നമുക്ക് അറിയാം എന്തൊക്കെയാണുള്ളത്. ചിലത് കുറച്ച് അതിന് ക്വാളിറ്റിയോ നോക്കുന്നുണ്ടായിരിക്കാം, മറ്റേത് ക്വാണ്ടിറ്റി ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്ക് ഒരുപാട് പേരിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്തിട്ട് അവരിൽ നിന്ന് അവരുടെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ സ്കെയിലൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്കൊരു ക്വാണ്ടിറ്റേറ്റീവ് രീതിയിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഒക്കെ നടത്തി ചെയ്യുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് ഓർ ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇവിടെ മെത്തേഡ് സൈക്കോളജി സ്പെസിഫിക് ടെക്നിക് ഓർ പ്രൊസീജിയർ ദാറ്റ് സൈക്കോളജിസ്റ്റ് യൂസ് ടു കളക്ട് ആൻഡ് അനലൈസ് ഡാറ്റ. ഒരു ഡാറ്റ കളക്ട് ചെയ്യാനും അനലൈസ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രത്യേകം ടെക്നിക്കുകളോ പ്രൊസീജിയറുകൾക്കോ പറയുന്ന പേരാണ് ഈ മെത്തേഡ്സ് ഇൻ സൈക്കോളജി. ദീസ് മെത്തേഡ്സ് ആർ ചോസൺ ബേസ്ഡ് ഓൺ റിസർച്ച് ക്വസ്റ്റ്യൻ ആൻഡ് ഒബ്ജക്റ്റീവ്. ഓക്കെ, നമുക്ക് ഒരു റിസർച്ച് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് എന്താ ഉണ്ടായിരിക്കും. റിസർച്ച് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, എന്താണ് റിസർച്ച്, റിസർച്ചിൻ്റെ ആവശ്യകത എന്താണ്, ഈ റിസർച്ച് ഈ പോപ്പുലേഷൻ്റെ ആവശ്യം എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ റിസർച്ച് എന്തിനാണ് റിസർച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ ലക്ഷ്യം എന്താണ്. ഓക്കെ, ഒരു സൈക്കോളജി ഒരു റിസർച്ച് വെറുതെ റിസർച്ച് ചെയ്യില്ലല്ലോ. ചിലപ്പോൾ നമ്മൾക്ക് എന്തായിരിക്കും മറ്റേ പാസ്സാകാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ലാസ്റ്റ് സെമസ്റ്ററിനകത്ത് എന്തെങ്കിലും ചെയ്യണമല്ലോ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ശരിക്കും റിസർച്ച് ചെയ്യുന്ന സയൻറ്റിഫിക് റിസർച്ച് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള റിസർച്ച് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, അതിനൊരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും, ഡിഫറെൻറ്റ് ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. ഒരേ പോപ്പുലേഷൻ നമ്മൾ ഡിഫറെൻറ്റ് വാരിയബിൾസ് ഉപയോഗിച്ചാണ്ട് ഡിഫറെൻറ്റ് ഹൈപ്പോസിസ് വെച്ചാണ്ട് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് വെച്ചാണ്ട് നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് റിസർച്ച് മെത്തേഡ്സ്. എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. ഇനി എന്താണ് മെത്തഡോളജി എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ മെത്തേഡ്സ് എങ്ങനെ മെത്തഡോളജി വ്യത്യാസപ്പെടുന്നു നോക്കാം. എന്താണ് methodology in psychology. Methods പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ methodology. The methodology is a psychology refers to overarching the framework or approach that guides the research process. It encompasses the philosophy, principle and rules researchers follow conducting studies in psychology. Okay, എന്താ നോക്കല്ലേ. It refers to overarching the framework or approach. ഓക്കെ, ഒരു റിസർച്ച് പ്രോസസ്സിനെ ഗൈഡ് ചെയ്യുന്ന ഫ്രെയിം വർക്കോ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്രോച്ചുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് സൈക്കോളജിയിൽ പല രീതിയിലുള്ള അപ്രോച്ചുകൾ ഉണ്ടായിരിക്കും. ഏത് സ്റ്റഡി നടത്തണം, എങ്ങനെ സ്റ്റഡി നടത്തണം, എന്തെല്ലാം രീതിയിൽ നടത്തണം, ഇങ്ങനെ നടത്താൻ പറ്റുമോ. ദ ഫിലോസഫി, ചിലപ്പോൾ ഒരു ഫിലോസഫിക്കൽ ഒരു എന്താ പറയുക എംപിരിക്കൽ റിസർച്ച് ആയിരിക്കും, പ്രിൻസിപ്പിൾസ് ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ദ റൂൾസ്, എന്തെല്ലാം റൂൾസ് ഫോളോ ചെയ്യണം, ഏത് ഫിലോസഫി ഫോളോ ചെയ്യണം, എന്ത് പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിലാണ് റിസർച്ച് കണ്ടക്ട് ചെയ്യേണ്ടതെന്നുള്ളത് ആദ്യമേ റിട്ടൺ ആയിരിക്കും. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനകത്ത് റിസർച്ച് നടത്തുന്ന സമയത്ത് തോന്നി ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റില്ല. അതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള കൃത്യമായിട്ട് റിലയബിലിറ്റിയും വാലിഡിറ്റിയും ഒക്കെ ഉള്ള സ്കെയിലുകൾ ഉപയോഗിക്കണം. നമുക്കറിയാമല്ലോ, അത്രയും സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ റിസർച്ച് ചെയ്യാന്നുള്ള ഓൾറെഡി റിട്ടൺ ആയിട്ടുള്ള മെത്തഡോളജിയാണ് ഇവിടെ പറയുന്നത്. ടു എൻഷുർ ദാറ്റ് സൈക്കോളജി റിസർച്ച് കണ്ടക്റ്റഡ് ഇൻ എ സിസ്റ്റമാറ്റിക്, തോന്നിയമാതിരി റിസർച്ച് നടത്തരുത്, സിസ്റ്റമാറ്റിക് ആയിരിക്കണം, റിഗറസ് ആയിരിക്കണം ആൻഡ് എത്തിക്കൽ മാനർ. ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ് ഏരിയ. ഓക്കെ, റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും പോയി ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും, ഏത് സമയത്തും ക്വസ്റ്റ്യൻ ചോദിക്കാം. നമുക്ക് സ്ഥിരമായിട്ട് കാണുന്നതാണ് ഫോണിലൊക്കെ ഓൺലൈനായിട്ടൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് തരുമോ, ഇനി റിസർച്ചിൻ്റെ ആവശ്യമുള്ളതാണോ, എത്രത്തോളം അവരുടെ ഈ കൺസെൻറ്റ് എടുക്കുന്നുണ്ട്, അവർ താല്പര്യത്തോടു കൂടി ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ അനാവശ്യമായിട്ട് ആൾക്കാരുടെ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടും. ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ചുകൾ നടത്തുന്ന സമയത്ത് നമ്മൾ ചോദിക്കുന്ന അല്ലെങ്കിൽ ഡീറ്റെയിൽ സർവേ നടത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന കുറേ മിസ്റ്റേക്കുകൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ശരിക്കും ഈ പറയുന്ന റിസർച്ച് മെത്തഡോളജിയുടെ പേര് ചോദിക്കാൻ പറ്റുമോ, സംശയമാണല്ലോ. പലരും പറയാറുണ്ട് പ്ലീസ് ഫിൽ ദ ഫോം, എൻ്റെ റിസർച്ച് ആവശ്യത്തിനുള്ളതാണ്, നിങ്ങളെല്ലാം ദയവ് ചെയ്ത് തരണം, നിങ്ങളുടെ പേര്, അഡ്രസ്സ്, ഇമെയിൽ ഐ ഡി, അതൊക്കെ ശരിക്കും ചോദിക്കാൻ പറ്റുന്നതാണോ? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ എന്തൊക്കെ ചോദിക്കാൻ പറ്റും, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ സ്ട്രക്ചർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഓരോ റിസർച്ച് ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യേണ്ടത് എന്നൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ പറയുന്നതാണ് റിസർച്ച് മെത്തഡോളജി. അപ്പോൾ റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത്, അപ്പോൾ മെത്തേഡ്സും മെത്തഡോളജിയും വ്യത്യാസം മനസ്സിലായല്ലോ. ഒന്നാമത്തെ മെത്തേഡ്സ് എന്തൊക്കെ സ്പെസിഫിക് റൂൾസ് ആണ്, അല്ലെങ്കിൽ എന്തെല്ലാം സ്പെസിഫിക് ടെക്നിക്സ് ആണ്, എന്ത് പ്രൊസീജിയർ ആണ്, ക്വാണ്ടിറ്റേറ്റീവ് ആണോ ക്വാളിറ്റേറ്റീവ് ആണോ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇവിടെ എക്സ്പെരിമെൻ്റൽ ആയിരിക്കണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എംപിരിക്കൽ ആയിരിക്കണോ, അങ്ങനത്തെ രീതിയിലുള്ള സാധനങ്ങൾ ചോദിക്കുന്നതാണ്. അല്ലെങ്കിൽ എത്രത്തോളം വാലിഡിറ്റി ഉണ്ട്, റിലയബിലിറ്റി ഉണ്ട്, ഇത്രയും കാര്യങ്ങൾ ചോദിക്കുന്നതാണ് മെത്തഡോളജിയിൽ പറയുന്നത്. ഓക്കെ, ഇത് രണ്ടും മനസ്സിലായി വിചാരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്.
ഓക്കെ, എന്തൊക്കെയായിരുന്നു നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? പല രീതിയിലുള്ള മെത്തഡോളജീസ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ കണ്ടന്റ് അനാലിസിസ് ആയിരിക്കാം. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുന്നോട്ട് പഠിക്കും. ഇപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കിയ സർവേ മെത്തേഡ്, കോസ് റിലേഷൻ, കോറിലേഷണൽ, സിംഗിൾ സബ്ജക്റ്റ്, കോസി എക്സ്പെരിമെൻ്റൽ, ആക്ഷൻ റിസർച്ച്, ഹിസ്റ്റോറിക്കൽ റിസർച്ച്, എത്നോഗ്രാഫിക്, നെറേറ്റീവ്, ഇങ്ങനെ ഡിഫറെൻറ്റ് റിസർച്ചിനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവ് ആണെങ്കിലും അതിനകത്തുള്ള ഈ മെത്തഡോളജി നമ്മളെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഒരു എക്സാം ചോദിക്കുകയാണ് എന്താണ് ഈ ഡിഫറൻസ്, ഈ പറഞ്ഞ മെത്തേഡ്സും മെത്തഡോളജിയും നമ്മളെ വ്യത്യാസം എന്താണ്? ഓക്കെ, അപ്പോൾ നിങ്ങൾ എഴുതേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം മെത്തേഡ്സ് എന്താണെന്ന് ഡീറ്റെയിൽ ആയി പറഞ്ഞു കൊടുക്കാം. ഓക്കെ, എന്തെല്ലാം മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്, മെത്തേഡ്സിന് കൃത്യമായി ഡെഫിനേഷൻ കൊടുക്കുക. എന്തൊക്കെ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്, പൊതുവേ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ഏതൊക്കെ സൈക്കോളജിയിൽ അല്ലെങ്കിൽ റിസർച്ചിനകത്തുള്ളത്. പിന്നെ മെത്തഡോളജി എന്താണെന്ന് പറയാം, മെത്തഡോളജിക്കകത്തുള്ള എന്തെല്ലാം സാധനങ്ങളാണ്, എന്താണ് മെത്തഡോളജി, എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ മെത്തേഡ്സും മെത്തഡോളജിയും നമ്മളെ ഡിഫറൻസ് എന്താണ്, അതിൻ്റെ കമ്പാരിസൺ കൂടിയും നടത്തി കഴിഞ്ഞാൽ നമുക്കത് ഫുൾ മാർക്ക് കിട്ടും. നമുക്ക് പിന്നെ ഒന്നും ഒഴിവാക്കാനില്ല, എല്ലാം ഇതിനകത്ത് കൃത്യമായിട്ട് ലീഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ഒന്നാമതൊക്കെ ഡിഫറൻസ് ജസ്റ്റ് നോക്കി നോക്കാം എന്തൊക്കെയാണുള്ളത്. നേരത്തെ പറഞ്ഞു പോയതിനെ ജസ്റ്റ് നോക്കി നോക്കാം. ഒന്നാമത്തെ മെത്തേഡ്സ്, ദ ഒബ്ജക്റ്റീവ് ഓഫ് മെത്തേഡ്സ് ടു ഫൈൻഡ് സൊല്യൂഷൻ ഓഫ് ദ റിസർച്ച് പ്രോബ്ലം. ഓക്കെ, നമുക്കറിയാം നമുക്ക് ഉണ്ടായിട്ടുള്ള റിസർച്ച് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അതിന് മെത്തഡോളജിൻ്റെ ഒബ്ജക്റ്റീവ് എന്താ? ഒബ്ജക്റ്റീവ് മെത്തഡോളജി ഈസ് ടു ഡിറ്റർമൈൻ അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ദ മെത്തേഡ്സ് അപ്ലൈഡ് വിത്ത് എ വ്യൂ അസേർട്സ് സൊല്യൂഷൻ. ഓക്കെ, ഈ സൊല്യൂഷനിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ അപ്രോപ്രിയേറ്റ്നെസ്സിന് വേണ്ടി ഈ പറഞ്ഞ എന്ത് മെത്തേഡ്സ് ആണ് അപ്ലൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. ഓക്കെ, ഏത് മെത്തേഡ്സ് ആണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കൂടി പറയുന്നതാണ് മെത്തഡോളജി എന്ന് പറയുന്നത്. പിന്നെ മെത്തേഡ് ആർ ജസ്റ്റ് ബിഹേവിയർ ഓർ ടൂൾസ് യൂസ് ടു സിലക്ട് റിസർച്ച് ടെക്നീക്ക്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിസർച്ച് ടെക്നിക്സ് ചൂസ് ചെയ്യുന്നതിൽ, സെലക്ട് ചെയ്യുന്നതിൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്തെല്ലാം ടൂൾസ് ആണ് അല്ലെ, എന്ത് ബിഹേവിയർ ആണ് യൂസ് ചെയ്യുന്നത് റിസർച്ച് ടെക്നിക്കിൽ എന്നുകൂടി പറയുന്നതാണ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ. ഇവിടെ നോക്കാം, മെത്തഡോളജി ഇസ് അനാലിസിസ് ഓഫ് ഓൾ ദ മെത്തേഡ്സ് ആൻഡ് പ്രൊസീജിയർ ഓഫ് ദ ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ, ഈ പറഞ്ഞ മെത്തേഡ്സ് എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു അംബ്രല്ല ടേമാണ് മെത്തഡോളജി. മെത്തഡോളജി ഇസ് അനാലിസിസ് ഓഫ് ഓൾ ദ മെത്തേഡ്സ്. ഈ പറഞ്ഞിട്ടുള്ള ഈ മെത്തേഡ്സിനെ എല്ലാം അനാലിസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഈ പറയുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത് അതിന് കൃത്യമായ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതാണ് മെത്തഡോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷന് ആവശ്യമായ രീതിയിൽ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി, റിസർച്ച് ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് ആൻഡ് പ്രൊസീജിയർ കൃത്യമായിട്ട് മെത്തഡോളജി അനലൈസ് ചെയ്തിരിക്കണം. ഓക്കെ, അടുത്ത് മെത്തേഡ്സ് ആർ അപ്ലൈഡ് ഡ്യൂറിങ് ദ ലേറ്റസ്റ്റ് സ്റ്റേജ് ഓഫ് ദ റിസർച്ച് സ്റ്റഡി. ഓക്കെ, ഈ പറഞ്ഞ മെത്തേഡ്സ് ആർ അപ്ലൈഡ്. ഓക്കെ, ഈ മെത്തേഡ്സ് അപ്ലൈഡ് ഡ്യൂറിങ് ദ ലേറ്റസ്റ്റ് സ്റ്റേജ് ഓഫ് ദ റിസർച്ച് സ്റ്റഡി. റിസർച്ച് തുടങ്ങുമ്പോഴൊക്കെ ഫസ്റ്റ് തീരുമാനിക്കുക ഏതാ മെത്തഡോളജിയാണ്, ഏത് റിസർച്ച് വേണം, ഏതാണ് ഉപയോഗിക്കുന്നത്, മെത്തഡോളജിയാണ് ആദ്യം പറയാം. മെത്തഡോളജി നമ്മൾ ഈ രീതിയിലുള്ള റിസർച്ച് നടത്തുന്നത്, ഈ പോപ്പുലേഷൻ നടത്തുന്നത്, ഇന്ന കാര്യങ്ങൾ ചോദിക്കണം, ഇന്ന രീതിയിൽ സ്കെയിൽസ് ഡെവലപ്പ് ചെയ്യണം, ഇന്ന സമയത്ത് ചോദിക്കണം, ഇത്ര സമയം ചോദിക്കാൻ പറ്റുള്ളൂ, എന്തെല്ലാം കാര്യങ്ങൾ കളക്ട് ചെയ്യണം എന്നൊക്കെ നമ്മൾ തീരുമാനിച്ചതിന് ശേഷമായിരിക്കും ഇവിടെ എന്ത് ചെയ്യുക, ഡ്യൂറിങ് ദ ലേറ്റസ്റ്റ് സ്റ്റേജ് ഓഫ് ദ റിസർച്ച് സ്റ്റഡി. സ്റ്റഡീൻ്റെ പിന്നീട് ഫസ്റ്റ് ഘട്ടത്തിൽ മെത്തഡോളജീസ് ആർ അപ്ലൈഡ് ഡ്യൂറിങ് ദ ഇനീഷ്യൽ സ്റ്റേജ്. ഈ രണ്ട് സാധനങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. ഇതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ഡിഫറൻസ്. ഒന്ന് ലേറ്റസ്റ്റ് സ്റ്റേജിലായിരിക്കും, മറ്റൊന്ന് ഇനീഷ്യൽ സ്റ്റേജിലായിരിക്കും. ഇനീഷ്യൽ സ്റ്റേജ് ഇത് ഫസ്റ്റ് കള്ളിയിൽ മെത്തേഡ് വന്നതുകൊണ്ട് ഇതാണ് ഇനീഷ്യൽ സ്റ്റേജ് വിചാരിച്ച് വെക്കരുത്. മെത്തഡോളജി തന്നെയാണ് ഇനീഷ്യൽ സ്റ്റേജിനകത്ത് നടക്കുന്നത്. ഓക്കെ, അടുത്ത് ഇറ്റ് കോംപ്രൈസസ് ഡിഫറെൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ടെക്നിക് ഓഫ് ദ സ്റ്റഡി. നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്? ഒന്നാമത് ഡിഫറെൻറ്റ് ടെക്നിക്സ്. ഓക്കെ, ഡിഫറെൻറ്റ് ടെക്നിക്സ് ആണ് നമ്മൾ ചെയ്യുന്നത്, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. അടുത്തത് ദ സിസ്റ്റമാറ്റിക് സ്ട്രാറ്റജി ടു ഫൈൻഡ് സൊല്യൂഷൻ ഓഫ് ദ റിസർച്ച് പ്രോബ്ലം. അതായത് നമ്മൾ റിസർച്ച് പ്രോബ്ലത്തിന് ആവശ്യമായിട്ടുള്ള സിസ്റ്റമാറ്റിക് ഞാൻ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം. കാരണം എന്താ വെച്ചാൽ ഈ കളർ ഈ വട്ടത്ത് വെച്ചത് അല്ലെങ്കിൽ ഇങ്ങനെ ബോർഡ് ചെയ്ത് വെച്ചതെന്ന് വെച്ചാൽ ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മാർക്കിലേക്ക് വരികയാണെങ്കിൽ, പേപ്പറിലേക്ക് വരികയാണെന്നെങ്കിൽ ഇവിടെയാണ് മാർക്ക് വരിക. ഓക്കെ, നിങ്ങൾ എല്ലാം വായിച്ചിരിക്കുകയാണെന്ന് ഒരിക്കലും ടീച്ചർമാർക്ക് നേരെ ഉണ്ടല്ലോ, അത്രയും കൂട്ടം നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ പ്രധാനപ്പെട്ട സാധനം ഇവിടെ ഈ ലെറ്റർ അതുപോലെ തന്നെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്, സൊല്യൂഷൻ, ഇനീഷ്യൽ സ്റ്റേജ്, സിസ്റ്റമാറ്റിക് സ്ട്രാറ്റജി ടു ഫൈൻഡ് സൊല്യൂഷൻ റിസർച്ച് പ്രോബ്ലം. ഈ പറഞ്ഞ സിസ്റ്റമാറ്റിക് സ്ട്രാറ്റജി വെച്ചുകൊണ്ട് ഒരു സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അവസാനം നോക്കാം. ദ മെത്തേഡ് എൻകോംപസസ് ഓഫ് ക്യാരിങ് ഔട്ട് എക്സ്പെരിമെൻറ്റ്, കണ്ടക്ടിങ് സർവേ ആൻഡ് ടെസ്റ്റ്. ഓക്കെ, ഈ methods are encompass carrying out experiments, conducting survey, etc. Okay, methodology തീരുമാനിച്ചുള്ള കാര്യങ്ങളെല്ലാം ക്യാരി ഔട്ട് ചെയ്യുന്ന ഇവിടുത്തെ ടെക്നിക്കൽ യൂസ് ചെയ്താണ്. The methodology encompasses several techniques used while conducting these experiments. സർവേ ഈ പറയുന്ന സർവേ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, എക്സ്പെരിമെൻ്റ് ആയിക്കോട്ടെ, അതുകൊണ്ട് എക്സ്പെരിമെൻ്റ് റിസർച്ച് ഉണ്ടായിരിക്കും, ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ടായിരിക്കും, മിക്സഡ് റിസർച്ച് ഉണ്ടായിരിക്കും. അതിനകത്തേക്കുള്ള കാര്യങ്ങളൊക്കെ സെവറൽ ടെക്നിക്കൽ യൂസ് ടു കണ്ടക്ടിങ്.
കണ്ടോ എൻകോമ്പസ് ചെയ്യുന്ന ഈ കണ്ടക്ട് ചെയ്യാൻ എൻകോമ്പസ് ചെയ്യുന്ന ഈ ടെക്നിക്കുകളൊക്കെ ഇതാക്കുന്നത് മെത്തഡോളജിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് സെഷനിൽ പറയാനുള്ളത്. ഓക്കെ, എന്തായിരുന്നു റിസർച്ച് എന്നും എന്താണെന്നും ഒന്ന് നോക്കല്ലേ. എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത് എന്തായിരുന്നു സയൻസ് എന്താണെന്നുള്ളത്, സയൻസിൻ്റെ എന്തായിരുന്നു സയൻസ് എന്നുള്ളതും സയൻസിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളതും അതുപോലെ തന്നെ എന്താണ് റിസർച്ച് എന്നുള്ളതും അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് റിസർച്ചും അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് റിസർച്ച് പറഞ്ഞതിന് ശേഷം മെത്തേഡ്സും മെത്തഡോളജിയും പറഞ്ഞു, മെത്തേഡ്സിൽ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ ഡിഫറൻസ് പറഞ്ഞു. അപ്പോൾ നിങ്ങളൊക്കെ ഇതിനകത്ത് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. പല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒബ്ജക്റ്റീവ്, എന്താണ് റിസർച്ച്, എന്താണ് സയൻസും റിസർച്ചും തമ്മിലുള്ള വ്യത്യാസം, എന്താണ് ഈ സയൻസ് വരാൻ കാരണം, എന്താ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ് സൈക്കോളജി എന്താണെന്നുള്ളത്, അങ്ങനത്തെ നിങ്ങൾ സിലബസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം ഇതിനൊക്കെ അവസാനത്തെ സാധനം എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് റിസർച്ച് ചെയ്യുകയാണെന്നെങ്കിലും അത് എത്തിക്കലായിരിക്കണം. മെത്തഡോളജി പറഞ്ഞിട്ടുണ്ട് യുവർ മെത്തേഡ്സ് ബെറ്റർ ടു ബി എത്തിക്കൽ. തോന്നിയമായി റിസർച്ച് നടത്തിയത് ഓൾറെഡി ഡിസൈൻ ചെയ്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മുന്നോട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സൈനിങ് ഓഫ്.